സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. CPM ആണ് അതിൽ വലിയേട്ടൻ മനോഭാവത്തിൽ നിൽക്കുന്ന പാർട്ടി. CPI രണ്ടാമത്തെ ഘടക കക്ഷിയാണ്. കേരള കോൺഗ്രസ് M ഉണ്ട്, അതുപോലെ ജനതാദൾ S, അങ്ങനെ തുടങ്ങി കുറേയധികം പാർട്ടികളുള്ള ഒരു മുന്നണിയാണ് ഇടതുമുന്നണി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഇത് ദുർഭരണമാണ് നടക്കുന്നത്. CPM നടത്തുന്നത് ഏകാധിപത്യ മനോഭാവത്തോടു കൂടിയുള്ള ദുർഭരണമാണ് എന്നാരോപിച്ച് നാളെ CPIയുടെ സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനകളായ 15 സംഘടനകളും ചേർന്ന് പണിമുടക്കുകയാണ് സംസ്ഥാനത്ത്. ജോയിൻറ്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസ് അംഗങ്ങളും. കോൺഗ്രസ് പണിമുടക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിൻബലമുള്ള സർവീസ് സംഘടനകൾ സമരത്തിന് ഇറങ്ങുന്നത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. സർക്കാരിനെതിരെ എപ്പോഴും അവർ സമരത്തിന് മുന്നിട്ട് ഇറങ്ങുമെന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ CPI മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPIയുടെ സർവീസ് സംഘടന ജോയിൻറ്റ് കൗൺസിൽ സമരത്തിന് ഇറങ്ങുന്നത് സർക്കാരിന് കടുത്ത വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ സമരത്തെ നേരിടാൻ കഴിഞ്ഞ ദിവസം സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. അതായത് നാളെ ജോലിക്ക് ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥകൾക്കും ശമ്പളം ലഭിക്കുകയില്ല. ഫെബ്രുവരി ലഭിക്കുന്ന ജനുവരി മാസത്തെ ശമ്പളം, അതിൽ ഒരു ദിവസത്തെ ശമ്പളം കുറയും. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഡയസ്നോണിനെയൊക്കെ ദൂരെ കാറ്റിൽ പറത്തി എടുത്ത് ദൂരെ കളഞ്ഞ ശേഷവും ജീവനക്കാരുടെ സർവീസ് സംഘടനകൾ, ഈ സംഘടനകൾ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. NGO അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും സെറ്റോയും ജോയിൻറ്റ് കൗൺസിലും അങ്ങനെ തുടങ്ങി 16ഓളം സംഘടനകളാണ് നാളെ സമരത്തിന് ഇറങ്ങുന്നത്, സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ സമരത്തിന് ജീവനക്കാരുടെ പിന്തുണ വളരെയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു സർവീസ് തല്ലുകഥയും നടന്നു. സമരാനുകൂലികളായ സംഘടനാ നേതാക്കൾ, അതായത് NGO അസോസിയേഷനും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് ഓഫീസേഴ്സ് യൂണിയനും ഒക്കെ ചേർന്ന് ഒരു പണിമുടക്ക പ്രചാരണ ജാഥയും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അവിടെ പിരിവുമൊക്കെ അതിനെ NGO യൂണിയനിലുള്ള ആളുകൾ ഇടപെട്ട് അടിച്ച് ഒതുക്കുകയായിരുന്നു. 5 പേർക്ക് പരിക്കേറ്റു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 2 വിഭാഗക്കാരും NGO യൂണിയൻ, അതായത് ഇടതുമുന്നണിയുടെ CPMൻ്റെ NGO യൂണിയനും അതുപോലെ കോൺഗ്രസിൻ്റെ NGO അസോസിയേഷനും പരാതികൾ നൽകിയിട്ടുണ്ട്. 5 പേർക്ക് പരിക്കുമേറ്റു. ആലോചിച്ച് നോക്കുക, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് അത്രമാത്രം ഈ ജീവനക്കാരോട് സർക്കാർ ദ്രോഹം ചെയ്യുന്നുവെന്നാണ് ജീവനക്കാരുടെ പക്ഷം. പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ പണിമുടക്ക് നടത്തുന്നത്. ഒന്ന്, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, അത് ഉപേക്ഷിക്കുക. മറ്റൊന്ന്, ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ തുടങ്ങുക. മെഡിസെപ്പ്, ഏതാണ്ട് കട്ടയമ്പടം അടങ്ങിയ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വയ്ക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് NGO യൂണിയൻ സമരക്കാരെ നേരിടുന്നത്. NGO യൂണിയൻ പറയുന്നത് സർക്കാർ ഇത്രയധികം പിന്തുണ ജീവനക്കാർക്ക് നൽകിയിട്ടും ജീവനക്കാർ സമരവുമായി മുന്നോട്ട് പോകുന്നത് പ്രതിഷേധാർഹമാണ് എന്നാണ് NGO യൂണിയൻ്റെ നിലപാട്. ഏതായാലും നാളെ പണിമുടക്കാണ്. കേരളത്തിൽ ജോയിൻറ്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനകളുമാണ് സർക്കാരിനെതിരെ മുദ്രാവാക്യവും മുഴക്കി സർക്കാർ ജീവനക്കാർ പണിമുടക്കുമ്പോൾ ഡയസ്നോൺ എന്ന പ്രതിരോധവുമായി സർക്കാരും രംഗത്തുണ്ട്.